സിബി ജോസ്. ഞാൻ കുറവിലങ്ങാട് ചീങ്കല്ലേൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം 2023 ഞാനൊരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു. ഞാൻ വിദേശത്തായിരുന്നു, അബുദാബിയിൽ. അപ്പോൾ 2019 എനിക്ക് ഈ ക്രിയാറ്റിൻ്റെ ഒരു അസുഖം വരികയും അതിനുശേഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയും ഭാര്യയുമൊത്ത് ഇവിടെ വന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ പ്രധാനമായും വച്ചിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ കടബാധ്യത ഉണ്ടായിരുന്നു എനിക്ക്. അതും എനിക്ക് യൂറോപ്പിന് പോകണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഇത് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു 2-3 ഇടത്ത് എൻ്റെ പൈസ ഒക്കെ പോവുകയും ചെയ്തു. അതിനുശേഷം ഈ ഉടമ്പടി എടുത്ത് ഏപ്രിലായിരുന്നു ഉടമ്പടി എടുത്ത് 2024. അപ്പോൾ 2024 ഏപ്രിൽ ഉടമ്പടി എടുത്ത് ഞാൻ ഓഗസ്റ്റിലൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. കോയമ്പത്തൂരിലൊരു ഏജൻസി ആയിരുന്നു. ഓഗസ്റ്റിൽ ചെയ്തു. അത് കഴിഞ്ഞ് നവംബറായിട്ടും എനിക്ക് പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റും കോൺട്രാക്റ്റും എല്ലാം വന്നിരുന്നു. VFSൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ നവംബറിൽ അച്ഛനെ കണ്ടു. എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാവിന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2025 ജനുവരിയിലേക്ക് VFSന് കിട്ടി. ചെന്നൈയിലായിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ ചെന്നൈക്ക് പോയി. ജനുവരി 29 ആയിരുന്നു, അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നൈ ചെന്നു. അങ്ങനെ VFSൻ്റെ എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ആദ്യം കൊടുത്തപ്പോൾ അവരെൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം എടുത്ത് നോക്കിയതിന് ശേഷം പറഞ്ഞു ഇതിന് ഇൻഷുറൻസ് 1 വർഷം വേണമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് മുമ്പ് 2 പേര് VFS ഇതുപോലെ അറ്റൻഡ് ചെയ്തിരുന്നു. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ആന്ധ്രാക്കാരി ഒരു ലേഡിയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു മാം ഇത് 3 മാസത്തേക്കല്ലേ ഉള്ളൂ, 3 മാസത്തെ ഇൻഷുറൻസ് മതിയല്ലോ, എനിക്ക് മുമ്പേ 2 പേര് ചെയ്തതാണ്, അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ അകത്ത് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പോയി. ഞാനും ആ പാട്ട് ടെൻഷനായി വീട്ടിൽ വിളിച്ച് വൈഫിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. അത് ഞാൻ ആപ്ലിക്കേഷൻ എൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തായിരുന്നു. അതിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും അവർ വന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു മാം ഇത് അങ്ങനെയല്ലേ ഉള്ളൂ, ഇത് അക്സെപ്റ്റ് ചെയ്യാവുന്നതല്ലേ എന്ന് പറഞ്ഞു. അവർ എൻ്റെ നേരെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ആപ്ലിക്കേഷൻ മൊത്തം തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊടുത്തു. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ അവർക്ക് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. അതിനിടയിൽ എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചാണ്. കാരണം അവരാദ്യം പറഞ്ഞില്ല ഇത് റിജക്റ്റ് ആകത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഇത് കുറവാണെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ കാശുരൂപത്തെ പിടിച്ച് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഈ പ്രാവശ്യമെങ്കിലും ഒന്നും സംഭവിപ്പിക്കരുത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് അവരെൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു. അപ്പോൾ എനിക്ക് മുമ്പ് 2 പേര് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. അവർക്ക് അങ്ങനെ 29 എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ഫെബ്രുവരി 13 ഞാൻ 3ാമത്തെ ആളായിട്ടാണ് പോയതെങ്കിലും ഏകദേശം 15 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് എനിക്ക് പോസ്റ്റിൽ കിട്ടി. സാധാരണ എല്ലാവരും പറയാറുള്ളത് 40 ദിവസം എടുക്കും അല്ലെങ്കിൽ 30 ദിവസം എടുക്കും. അങ്ങനെ എനിക്ക് മുമ്പ് 2ാമത്തെ ആൾ പോയി അയാൾക്ക് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് എനിക്ക് തപാലിൽ കിട്ടി. അത് മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് ചുറ്റും മാതാവിൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. എല്ലാത്തിനും ടിക്കറ്റിന് ഭയങ്കര റേറ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. യൂറോപ്പിന് കഴിഞ്ഞ മാസം ലാസ്റ്റൊക്കെ ഭയങ്കര 80,000 70,000 രൂപയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പോരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് 45,000 രൂപയ്ക്ക് മാർച്ച് 10 ഞാൻ കൊച്ചിയിൽ നിന്ന് ലാറ്റ്വിയയ്ക്ക് പോവുകയാണ്. ഖത്തർ വഴിയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ അത്ര വലിയൊരു ഇതിലില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട് വിറ്റതിന് ശേഷം എനിക്ക് ഞാൻ ഉടമ്പടി വെച്ച ഒരു ആഗ്രഹമായിരുന്നു, ഒരു പള്ളിക്കടുത്ത് വീട് കെട്ടണം, കുർബാനയ്ക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ അത് മാതാവ് വഴിയായിട്ട് എനിക്ക് സാധിച്ചു കിട്ടി. ഒരു 250 മീറ്ററേ ഉള്ളൂ ഇപ്പോൾ ഞാൻ താമസിക്കുക വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക്. ഞാൻ ആദ്യം താമസിച്ചിരുന്ന ഇടവയിൽ നിന്ന് മാറി ഇവിടെ ഇടവ ചേരുകയും എൻ്റെ മക്കളെ അവിടെ വേദാടം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ 5:30 കുർബാനയ്ക്ക് പോകാനും ബൈബിൾ വായനയും എല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. മാതാവിൻ്റെ ആ ശക്തമായ ഇടപെടൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പല ലോണുകളൊന്നും കിട്ടാതെ വന്നു. പക്ഷേ
എല്ലാം സമയത്ത് മാതാവ് ഇങ്ങനെ നടത്തി തരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റും എനിക്ക് 40,000 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ ഞാൻ മാർച്ച് 10 ഇവിടുന്ന് പോവുകയാണ്. എന്നെ ഇതുവഴി നടത്തിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ വരുന്ന എല്ലാ മാസവും ഇവിടെ വരുവാൻ പേപ്പർ മേടിച്ച് പത്രമെല്ലാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ഹിന്ദി പത്രം മേടിക്കുമായിരുന്നു. അപ്പോൾ ആന്ധ്രയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ ട്രെയിനിൽ ഞാൻ കൊടുത്തു വിടുമായിരുന്നു. പിന്നെ എൻ്റെ വൈഫിന് സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ മൂവാറ്റുപുഴയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പത്രമൊക്കെ മേടിച്ച് അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലും അവിടെ എല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മളിത് കൊണ്ടിരുന്ന് കാണുമ്പോൾ തന്നെ അവർ കൈനീട്ട് മേടിക്കും. അങ്ങനെ അത്രയ്ക്ക് സന്തോഷത്തോടെ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഞാൻ അങ്ങനെ അധികം പള്ളിയിലൊന്നും പോകാത്ത ആളാണ്. ഞായറാഴ്ച മാത്രമൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്പസ്വല്പം മദ്യപാനശീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ തീർത്തും അതെല്ലാം മാറി നല്ലൊരു ആധ്യാത്മിക ജീവിതത്തിലോട്ട്, വീട്ടിലാണെങ്കിലും നല്ലൊരു അന്തരീക്ഷവും, ഞാൻ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല ഇതിൽ പോകുന്നു. ഇപ്പം മദ്യപിക്കുന്നവരോടാണെങ്കിലും ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞ് തിരുത്തി കൊടുക്കാറുണ്ട് മദ്യപാനശീലത്തിൻ്റെ ദോഷവശങ്ങളൊക്കെ. അങ്ങനെ എന്നെ ഇതുവരെ നടത്തി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാനിപ്പോൾ ഒരു ജോലിയില്ലാതായിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. അപ്പം ഇങ്ങനെ വിദേശത്ത് പോകണമെന്നുള്ള, യൂറോപ്പിന് പോകണമെന്നുള്ള ആഗ്രഹത്താലാണ് ഇങ്ങനെ നിന്നത്. അപ്പം 2-3 നടത്തൊക്കെ കൊടുത്ത് പൈസ ഒക്കെ പോയതായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ ഈ കളിയാക്കലും പരിഹാസങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവനിങ്ങനെ നടക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഒന്നുകൂടെ ഇതിലോട്ടുള്ള ആത്മാർത്ഥമായ ഒരു ഇതിൽ മാതാവിൻ്റെ ഇവിടെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് മാതാവ് എനിക്ക് നടത്തി തന്നതാണ് ഞാൻ ഇപ്പോൾ ഉറച്ചതിനെ വിശ്വസിക്കുന്നു. ഇനിയുള്ള കാലവും അങ്ങനെ കൃപാസന അൾത്താരയിൽ ജീവനോത്ത പ്രതിഷ്ഠ മാതാവിൻ്റെ ഇതായിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ജീവിക്കും. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. സിബി ജോസ് ഉടമ്പടി ജീവിതം എങ്ങനെ താൻ മുമ്പോട്ട് കൊണ്ടുപോയി എന്നും ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രം തനിക്ക് കിട്ടിയ ജോലി സാധ്യത 1.5 വർഷത്തോളമായിട്ട് താൻ വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം തനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ജോലി ലഭിക്കുന്നത്, അത് ലഭിച്ചതിന് ശേഷവും പിന്നീട് അതിനൊക്കെ ആ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പേപ്പേഴ്സിൻ്റെ കാര്യമൊക്കെ ക്ലിയർ ആകാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തനിക്ക് മാത്രം അതെങ്ങനെ എത്ര പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നീട് അമ്മയെയാണ് കൂട്ടുവിളിക്കുക, മനുഷ്യരെ അല്ല, മറ്റു ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉന്നത ശ്രേണികളിലുള്ളവരെയോ അല്ല വിളിക്കുക, ദൈവത്തെയാണ് വിളിക്കുന്നത്. അങ്ങനെ തനിക്ക് തൻ്റെ ആ തടസ്സങ്ങളൊക്കെ മാറുകയും പേപ്പർ വർക്കുകളൊക്കെ ശരിയായി തൻ്റെ ടിക്കറ്റ് ക്ലിയർ ആകുന്നു. ടിക്കറ്റിന് ആദ്യം എത്രയാണ് പറഞ്ഞിരുന്നത്, എന്നാൽ എത്ര എമൗണ്ടിന് തനിക്കിന്ന് പോകുവാനായിട്ടുള്ള ടിക്കറ്റ് ക്ലിയറായി എന്നൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ജോലിയില്ലാതെ നിന്നപ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ ഇതൊക്കെ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി ഒരു മരിയൻ കാഹളമാണെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട്. സ്വർഗത്തിലേക്ക് ഒരു ടോക്കൺ 1 മാസത്തിലെങ്കിലും കിട്ടിയിരിക്കണമെന്നാണ് അച്ഛൻ പറയുക. ഈ ടോക്കൺ കിട്ടുന്നത് അത് നമ്മെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ ഇതാണ് സ്വർഗത്തിലേക്കുള്ള ടോക്കൺ എന്നാണ് അച്ഛൻ പറയുക. അപ്പോൾ അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിയോഗങ്ങൾ അത് നമുക്ക് സാധിച്ചു കിട്ടാത്ത പ്രാർത്ഥനകളാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് കൂട്ടുക. ഇതൊക്കെ അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ്. ഈ സിബി ജോസിൻ്റെ ജീവിതത്തിൽ ഈ മകന് തനിക്കുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്ത അവസ്ഥയിൽ സാമ്പത്തികമായ ഒത്തിരിയേറെ വിഷമങ്ങൾ, ഇതൊക്കെ തനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിച്ചത് ഉടമ്പടിയിലൂടെയാണെന്നും താൻ ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ല
എന്നാൽ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുൻപ് താൻ എങ്ങനെയായിരുന്നു, ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം എത്രമാത്രമാണ് ഉണർവുള്ളതാകുന്നത്, അത് ബോധ്യത്തോടു കൂടിയാണ്. അല്ലാതെ കുറച്ച് കാലത്തേക്കല്ല. ഇന്ന് മദ്യപിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇത് ശരിയല്ല, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള ആ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന് ഇന്ന് താൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് പറയുന്നു. അങ്ങനെ നാം വായിച്ചു കേട്ട ലേഖനം പോലെ അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവം നമുക്ക് നൽകുന്ന നിത്യസൗഭാഗ്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള മേഖലകളിൽ വരുന്ന കൃപയുടെ ഒരു നീരൊഴുക്കും ഇതാണ് ഇന്ന് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. തൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി, ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉണർവുണ്ടായി, ദൈവത്തെ താൻ കൂടുതൽ സ്നേഹിക്കുന്നവനായി, കുടുംബ പ്രാർത്ഥന, അതുപോലെ ജീവിതത്തിലെ മറ്റ് മാറ്റങ്ങൾ എല്ലാറ്റിനും ഉടമ്പടിയാണ് തന്നെ ഇന്ന് എല്ലാറ്റിനും യോഗ്യനാക്കിയതെന്ന് ദൈവജനസമക്ഷം ഏറ്റുപറയുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.